നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സ്വയം തോന്നുന്നത്, ഓഹ് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളീ പറയുന്നത് അല്ലേ, നമ്മളൊരു ബുദ്ധനാണ് എന്ന് നമുക്ക് തോന്നും. കേട്ടിരിക്കുന്നവർക്ക് തോന്നും പൊട്ടന, ശുദ്ധ പൊട്ടന. അപ്പോൾ ഇത് നമ്മുടെ പേഷ്യൻസിനും ചില സമയത്തൊക്കെ നമ്മുടെ പെരുമാറ്റങ്ങളിൽ അങ്ങനെ തോന്നിയേക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ വളരെ കാര്യമായിട്ട് വളരെ പ്രൊഫഷണലായിട്ട് എക്സ്പെർട്ടായിട്ടൊക്കെ നമ്മൾ കാര്യങ്ങൾ ചെയ്യും. എന്ത് പൊട്ടനാവൻ അല്ല ഇവള് എന്ന് അവർ ചിന്തിക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും. അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ പേഷ്യൻറ്റിൻ്റെ ഒരു അന്തസ്സുണ്ട്, അത് അവരുടെ റൈറ്റ്സിൽ പെട്ടതാണ്. പേഷ്യൻറ്റിനും അവരുടെ ഫാമിലിക്കുമൊക്കെ ഒരു അന്തസ്സുണ്ട്. അത് നമ്മുടെ പെരുമാറ്റങ്ങളിൽ അതിനെ റെസ്പെക്റ്റ് ചെയ്യണം. അവരുടെ ഡിഗ്നിറ്റി ആൻഡ് പ്രൈവസി വളരെ ഇമ്പോർട്ടൻ്റാണ്. നമ്മളൊരു പ്രൊസീജിയർ ചെയ്യാൻ പോകുകയാണ്. ആ പ്രൊസീജിയറിന് തൊട്ട് മുമ്പ് മാത്രമേ അവരുടെ ആ പ്രൊസീജിയറോട്ട് ബന്ധപ്പെട്ട ശരീരഭാഗങ്ങൾ ഓപ്പൺ ആകാവൂ. അല്ലാതെ ഈ പ്രൊസീജിയർ ചെയ്യാൻ പോകുന്ന വരുന്നവരും പോകുന്നവരും എല്ലാം ചെക്ക് ചെയ്യുക, എക്സാമിൻ ചെയ്യുക. സ്പെഷ്യലി ഗൈനക് പേഷ്യൻസിനെയൊക്കെ വളരെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതികളൊക്കെ ചിലപ്പോഴൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടാകാറുണ്ട്. സോ അതൊരു നല്ല ശീലമല്ല എന്നാണ് PRE 2B നമ്മളോട് പറയുന്നത്. പേഷ്യൻറ്റിൻ്റെ റൈറ്റ്സിനകത്ത് എന്തുൾപ്പെടണം? അവരുടെ ആത്മാഭിമാനത്തെ, അന്തസ്സിനെ ഹനിക്കുന്നതൊന്നും ഉണ്ടാകാൻ പാടില്ല. അവരുടെ പ്രൈവസിയെ ഹനിക്കുന്നതൊന്നും ഉണ്ടാകാൻ പാടില്ല. അതിന് നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു ഗൈഡ് ലൈൻസ് ക്രിയേറ്റ് ചെയ്തൊരു ഡോക്യുമെൻ്റ് ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊസീജിയറിൽ ഏത് സമയമാകുമ്പോഴാണ്, എപ്പോഴാണ് അവരുടെ ശരീരഭാഗങ്ങൾ എക്സ്പോസ് ചെയ്യപ്പെടേണ്ടത്. സോ അത് ഒരിക്കലും ഒരു വൾഗർ നേച്ചറിലേക്ക് നമ്മുടെ രീതികൾ പോകാൻ പാടില്ല. ഇനി അഥവാ നമ്മുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടോ മറ്റുമൊക്കെ ഈ ഒരു പ്രൊസീജിയറിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ നിന്ന് അനുവാദം വാങ്ങിയിരിക്കണം. ഒരു ഇൻഫോംഡ് കൺസേൺ വാങ്ങിച്ചിരിക്കണം പേഷ്യൻറ്റിനെ നിന്ന്. അതിൻ്റെ ഒപ്പം തന്നെ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് പേഷ്യൻ്റ് ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാൻ പാടില്ല എന്നത്. അത്തരത്തിൽ നിങ്ങൾ ഏത് കാര്യം ചെയ്താലും ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടോ ഒരു പബ്ലിക് അവയർനെസ്സിന് വേണ്ടിയിട്ടോ ഒരു പ്രൊസീജിയറിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുകയോ ഫോട്ടോസ് എടുക്കുകയോ ചെയ്യുമ്പോൾ യാതൊരു കാരണവശാലും നമുക്ക് അവരുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാൻ പാടില്ല. അതിൽ അവരുടെ നിന്ന് ഇൻഫോംഡ് കൺസേൺ വാങ്ങിച്ചിരിക്കണം. സോ PRE 2B, patient and family rights include respect for personal dignity and privacy during examination, procedure and treatment. ക്ലിയർ അല്ലേ? കമ്മിറ്റ്മെൻ്റ് ആണ് PRE 2B. പേഷ്യൻ്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ് ഇൻക്ലൂഡ്സ് റെസ്പെക്ട് ഫോർ പേഴ്സണൽ ഡിഗ്നിറ്റി ആൻഡ് പ്രൈവസി ഡ്യൂറിങ് എക്സാമിനേഷൻ, പ്രൊസീജിയർ ആൻഡ് ട്രീറ്റ്മെൻറ്റ്. ഇനി നമ്മൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോസ് എടുത്താൽ അവരുടെ നിന്ന് കൺസേൺ വേണം. അവരുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാൻ പാടില്ല. അവരുടെ അന്തസ്സിനെ പരിഗണിക്കേണ്ടത് അത് ഈ ഒരു എക്സാമിനേഷനോ അല്ലെങ്കിൽ പ്രൊസീജിയറിന് മുമ്പും സമയത്തും അതിന് ശേഷവും അവരുടെ പ്രൈവസി വളരെ കൃത്യമായി പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കണം.